ശ്രീജിത്ത് പണിക്കർ, ഞാൻ ഈ വായിച്ച കാര്യമാണ്, താങ്കൾ ആ പ്രസംഗം കേട്ടതുമാണല്ലോ. പക്ഷെ അദ്ദേഹം ഒരു 2 ആഴ്ച മുമ്പ് പറഞ്ഞത് സോഷ്യലിസ്റ്റ് വിപ്ലവം വരും എന്നുള്ളതാണ് ഈ AI-യിലൂടെ. അതിൽ അദ്ദേഹം ഉദ്ദേശിക്കുന്നതെന്ന് പറയുമ്പോൾ ഈ മുതലാളിക്കെതിരെ തൊഴിലാളികളുടെ സമരം, വർഗസമരം വരും എന്നുള്ളതാണല്ലോ. കാരണം തൊഴിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. പക്ഷെ അതിന് വിഭിന്നമായ ആശയമാണ് അദ്ദേഹം ഇന്നലത്തെ പ്രസംഗത്തിൽ ചെയ്തിരിക്കുന്നത്. ഇത് രണ്ടും നോക്കിയപ്പോൾ ഈ താത്വികമായുള്ള ഒരു അവലോകനമാണല്ലോ ഇത്. മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടും. പക്ഷെ എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ശ്രീ, താങ്കൾക്ക് എന്താണ് മനസ്സിലായത്? ഇതിനകത്ത് അടിസ്ഥാനപരമായിട്ട് എക്കണോമിക്സ് മാത്രമാണ് പറഞ്ഞത്, സാമ്പത്തിക വിഷയങ്ങൾ മാത്രമാണ് കൈകാര്യം ചെയ്തത്. എന്തായാലും ഇതൊരു തർക്കത്തിന് അല്ലെങ്കിൽ ഒരു ഡിബേറ്റിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതൊരു നല്ല കാര്യം തന്നെയാണ്. ശ്രീ മഞ്ജുഷ്, AI-യെ കുറിച്ചിട്ടുള്ള ചർച്ചകളിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഇരിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നില്ല. ഒരു ചർച്ചയിലോ മറ്റോ ഞാൻ അങ്ങനെ ഇരുന്നിട്ടുമുണ്ട്. പക്ഷെ അത് AI-യെ കുറിച്ച് ശ്രീ MV ഗോവിന്ദന്റെ വിലയിരുത്തലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ചർച്ചയിലാകും എന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നില്ല. അതെന്റെ ഭാഗത്തുള്ള പിഴയാണ്. കാരണം ഇവിടെ കേരയിൽ സിൽവർ ലൈൻ വന്നിരുന്ന സമയത്തും സാങ്കേതിക വിദ്യയുടെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണ് എന്നതുമായി ബന്ധപ്പെട്ട് ശ്രീ MV ഗോവിന്ദൻ ഒരു അപ്പം തിയറി അവതരിപ്പിച്ചിരുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എങ്ങനെയാണ് കൂറ്റനാട് നിന്ന് ആൾക്കാർ, അപ്പം നിർമ്മാതാക്കളായിട്ടുള്ള ആൾക്കാർ അപ്പവുമായി കേരയിൽ സിൽവർ ലൈനിൽ കയറി എറണാകുളത്ത് വന്ന് ഞൊടിയിടയിൽ അത് വിറ്റ് ചായയും കുടിച്ചതിന് ശേഷം തിരിച്ചു പോകുന്നത് എന്നതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ അതിലുണ്ടായിരുന്ന ഒരു എലമെന്ററി മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഈ നിർദ്ദിഷ്ട കേരയിൽ സിൽവർ ലൈൻ പദ്ധതിക്ക് കൂറ്റനാട് സ്റ്റോപ്പ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അവിടെ വരെ അവർ യാത്ര ചെയ്യേണ്ടി വരുന്ന ഒരു സമയത്തിനെ അദ്ദേഹം പരിഗണിച്ചില്ല. അതിനുശേഷമാണ് അദ്ദേഹം മറ്റു കാര്യങ്ങൾ പറഞ്ഞത്. അതേപോലെ തന്നെ ഇവിടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് AI ബേസ്ഡ് ആയിട്ടുള്ള ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിലേക്ക് വരിക എന്ന രീതിയിലല്ല. നമ്മളിങ്ങനെ എല്ലാ ആൾക്കാരുടെയും വാങ്ങൽ ശേഷിയുമായി നേരിട്ട് ബന്ധപ്പെടുന്ന രീതിയിലത്തേക്ക് AI ബേസ്ഡ് ഉൽപ്പന്നങ്ങൾ വരിക എന്നതല്ല. AI എന്ന് പറയുന്നത് ഒരു സാങ്കേതികതയാണ്. അപ്പോൾ നമുക്ക് നിലവിൽ തന്നെ ഉപയോഗിക്കുന്ന പല കാര്യങ്ങളെയും അത് കുറച്ചുകൂടി ഫാസ്റ്റ് പേസ്ഡ് ആക്കുന്നു, ടെക്നോളജി അസിസ്റ്റഡ് ആക്കുന്നു. അപ്പോൾ ഞൊടിയിടയിൽ പല കാര്യങ്ങളും ചെയ്യാനായിട്ടും ഒരുപക്ഷെ ഒരു എക്സ്റ്റേണൽ അസിസ്റ്റൻസ് വേണ്ടുന്ന പല കാര്യങ്ങളെയും അതിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഭംഗിയായി ചെയ്യുന്നതിനും ഒക്കെ തന്നെ ഇതൊരു കളമൊരുക്കുന്നു എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് 60% ആൾക്കാർക്ക്, ഒരുപക്ഷെ തൊഴിൽ നഷ്ടപ്പെടുന്ന 60% ആൾക്കാർക്ക് വാങ്ങൽ ശേഷി ഇല്ലാതെയാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന്റെ ബേസിക് എക്സിസ്റ്റൻസിന്റെ ഭാഗമായിട്ടുള്ള 2 സർവൈവൽ സ്കില്ലുകളുണ്ട്. ആ സ്കില്ലുകളെ പൂർണ്ണമായും അണ്ടർമൈൻ ചെയ്തുകൊണ്ടാണ് ശ്രീ MV ഗോവിന്ദൻ ഇവിടെ സംസാരിക്കുന്നത് എന്ന് മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. ആ സ്കില്ലുകൾ എന്ന് പറയുന്നത് ഒന്ന് അതിജീവനം എന്ന് പറഞ്ഞാണ്, സർവൈവൽ തന്നെയാണ്. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ അഡാപ്റ്റേഷൻ ആണ്. ഏതെങ്കിലും ഒരു കാര്യത്തിനോട് താതാത്മ്യം പ്രാപിച്ച് അതിനെ സ്വീകരിച്ചിട്ട് അതുമായി ചേർന്ന് പോകുന്നതിനുള്ള മനുഷ്യന്റെ ഒരു ശ്രമം. മനുഷ്യന്റെ എവല്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഈ രീതിയിലേക്ക് എന്ത് തരത്തിലുള്ള ഒരു ഡിസ്റപ്ഷൻ വന്നാലും ആ ഡിസ്റപ്ഷനെ ഉൾക്കൊള്ളാനായിട്ട് മനുഷ്യൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഇപ്പോ തൊഴിൽ തിന്നുന്ന ഭഗൻ എന്ന കമ്പ്യൂട്ടറിനെ വിശേഷിപ്പിച്ചതിനെ പറ്റി നമുക്കറിയാം. അപ്പൊ കമ്പ്യൂട്ടർ വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും, എന്തൊക്കെ തൊഴിലുകളാണ് ഇവിടെ നഷ്ടപ്പെടുക എന്നൊക്കെ പറഞ്ഞു. നമ്മുടെ നാട്, കേരളമായിക്കോട്ടെ, നമ്മുടെ രാജ്യമായിക്കോട്ടെ, അതിനെതിരെ ഒരു വലിയ വിമുഖതയോടുകൂടി മുഖം തിരിച്ചു നിന്നിരുന്നുവെങ്കിൽ ഏത് ഗതിയാവും നമ്മുടെ രാജ്യത്തിന് ഇന്നും ഉണ്ടാവുക എന്നുള്ളതിനെ പറ്റി അതിനൊരു വിശദീകരണം നൽകുന്നുണ്ടല്ലോ. ഒരു തൊഴിലാളി വർഗ പാർട്ടിയാകുമ്പോൾ തൊഴിലാളികൾക്ക് അന്നുണ്ടായിരുന്ന ആശങ്ക അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റുകയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു തൊഴിലാളി വർഗ പാർട്ടിയാണെന്ന് പറയുവാൻ പറ്റില്ല. അതുകൊണ്ടാണ് അന്ന് അങ്ങനെ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നത്. പിന്നീട് വന്ന കാര്യങ്ങൾ പിന്നീട് അതൊരു മണ്ടത്തരമാണ് എങ്കിൽ, പക്ഷെ ആ സമയത്തെ സാഹചര്യം വെച്ച് നോക്കി ചെയ്തതാണെന്നാണ്. പക്ഷെ ഇവിടെ എടുത്തു പറയേണ്ട കാര്യം AI-യെ ഒരിക്കലും തള്ളി പറഞ്ഞിട്ടില്ല കേട്ടോ. ആധുനിക ശാസ്ത്ര സാങ്കേതിക വിദ്യകളെ ഇപ്പോൾ അങ്ങനെ തള്ളി പറയാറില്ല CPM. അതൊരു കാലത്തിന്റെ മാറ്റം അനുസരിച്ച് തന്നെയാണ്. ഇവിടെയും തൊഴിലാളി വർഗ പ്രസ്ഥാനമായിട്ടുകൂടി തൊഴിൽ അധ്വാനശേഷി നഷ്ടപ്പെടുന്നുണ്ട് എന്ന കാര്യം സമ്മതിച്ചിട്ടുണ്ട്. എന്നിട്ടും ആ ഒരു കാര്യം ചെയ്തിട്ടില്ല. AI-ക്കെതിരെ സംസാരിച്ചിട്ടില്ല MV ഗോവിന്ദൻ. പക്ഷെ ആ സിദ്ധാന്തത്തിൽ ചില കുഴപ്പങ്ങൾ ഉണ്ടല്ലോ എന്തായാലും. കാരണം ഇത് സോഷ്യലിസം കൊണ്ടുവരുമെന്നും മാർക്സിസത്തിന്റെ പ്രസക്തി കൂടുമെന്നും അത് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടാത്ത ഒരു കാര്യമായി മാറുകയാണ്. അല്ല, ഇവിടെ നോക്കൂ, ഇതില് വലിയൊരു പ്രശ്നമുണ്ട്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളിലും പ്രശ്നമുണ്ട്. ഇപ്പോൾ കമ്പ്യൂട്ടറൈസേഷനായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനം അങ്ങനെ നിലകൊള്ളുക എന്ന് പറയുമ്പോൾ അവരുടെ ഒരു ദീർഘവീക്ഷണം ഇല്ലായ്മ അതിന്റെ പിന്നിൽ ഒരു വലിയ ഫാക്ടറായിരുന്നു. അതായത് എന്ത് തരത്തിലുള്ള ട്രാൻസ്ഫർമേഷനാണ് ഇനി തൊഴിൽ മേഖലയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്നതിനെ പറ്റി അവർ തീരെ അവെയർ ആയിരുന്നില്ല. ഒരുപക്ഷെ അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഇവിടെ പിന്നീടുണ്ടായിരുന്ന പല മാറ്റങ്ങളെയും അവർ ഈ രീതിയിലത്തേക്ക് എതിർത്തില്ല എന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ ട്രാക്ടർ അല്ലെങ്കിൽ കൊയ്ത്ത് മെതി യന്ത്രങ്ങളൊക്കെ വരുന്ന സമയത്ത് ഉണ്ടായിരുന്ന എതിർപ്പിനെ പറ്റി നമുക്കറിയാം. പക്ഷെ അതല്ലാതെ പിന്നീടുണ്ടായിരുന്ന പല കാര്യങ്ങളെയും അവർ അതേപോലെ തന്നെ എതിർത്തില്ല എന്നതിന്റെ അർത്ഥം തന്നെ ഇത് നമ്മളുമായി കോഎക്സിസ്റ്റ് ചെയ്യേണ്ടി വരുന്ന ഒരു ടെക്നോളജിയാണ് എന്നുള്ള ഒരു തിരിച്ചറിവായിരിക്കാം. ഇപ്പോൾ ഉദാഹരണത്തിന് കമ്പ്യൂട്ടറൈസേഷൻ വന്നതിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള മാറ്റങ്ങളാണ് ഇവിടെ ഉണ്ടായത്? വിദ്യാഭ്യാസ മേഖലയിൽ മാത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കമ്പ്യൂട്ടറൈസേഷൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള നിരവധി കോഴ്സുകൾ നമ്മുടെ വിവിധ യൂണിവേഴ്സിറ്റികളുടെ, സ്കൂളുകളുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വരുന്നു.
അതിന്റെ ബേസിസിൽ നിരവധി തൊഴിലവസരങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ അതുവരെ നമുക്ക് പരിചയമില്ലാതിരുന്ന പുതിയ കുറെ വാതായനങ്ങൾ തുറക്കപ്പെടുകയും കുറെ അധികം ആൾക്കാർക്ക് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയും താരതമ്യേന മറ്റ് കൺവെൻഷണൽ ആയിട്ടുള്ള ജോലികളെക്കാൾ കൂടുതൽ വരുമാനം കിട്ടുന്ന രീതിയിലത്തേക്ക്, കൂടുതൽ ശമ്പളം കിട്ടുന്ന രീതിയിലത്തേക്കുള്ള മാർഗങ്ങൾ ഉണ്ടാകുന്നു. അതിൽ തന്നെ കൂടുതലായിട്ടുള്ള ഓൺട്രപ്രണർഷിപ്പിന് പിന്നെ കൂടുതലായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ കണ്ടതാണ്. അതേപോലെയുള്ള ഒരു മേഖലയാണ് AI. അതായത് നിലവിലുള്ള പല ജോലികളെയും അത് റീപ്ലേസ് ചെയ്യുമെന്ന് പറയുമ്പോൾ പോലും ഇലോൺ മസ്ക് പറഞ്ഞിരിക്കുന്ന വളരെ വിഖ്യാതമായിട്ടുള്ള ഒരു വാക്കുണ്ട്. നിങ്ങളെ റീപ്ലേസ് ചെയ്യുക എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിരിക്കില്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൈകാര്യം ചെയ്യാൻ അറിയുന്ന ഒരു മനുഷ്യനായിരിക്കും എന്നാണ്. അതായത് ടെക്നോളജിയെ നിങ്ങൾ എത്രയും പെട്ടെന്ന് മനസ്സിലാക്കുക, നേരത്തെ പറഞ്ഞതുപോലെ സർവൈവലിന്റെ ഭാഗമായിട്ട് അഡാപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ലാതെ അദ്ദേഹം പറയുന്ന ഒരു എക്സാമ്പിളിലെ ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പരാജയം എന്ന് പറയുന്നത്, ഇവിടെ 60% ആൾക്കാർ കൺവെൻഷണൽ ആയിട്ടുള്ള തൊഴിലിൽ നിന്ന് റീപ്ലേസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവരിവിടെ പൊതുസമൂഹത്തിലേക്ക് വരികയും അവരുടെ വാങ്ങൽ ശേഷി കുറയുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെല്ലാം ദരിദ്ര നാരായണന്മാരായിട്ട് അവിടെ അതെ, അവരെ കുറച്ച് കാണുകയാണ്, കുറച്ച് കാണുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി. പക്ഷേ അതിന് അദ്ദേഹം എവിടെയാണ് അദ്ദേഹത്തിന് കൊണ്ടുചെന്ന് എത്തിക്കേണ്ടത് എന്നുള്ളത് പ്രസക്തമാണല്ലോ. സോഷ്യലിസത്തിൽ കൊണ്ടുചെന്ന് എത്തിക്കണം. അതിനുവേണ്ടി അദ്ദേഹം ആ കാര്യം പറയുകയാണ്, ഈ 60% കാര്യം എടുത്തു പറയുകയാണ്.